ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ആത്മീക ചിന്തയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉപവാസങ്ങൾക്കും ഇടയിലും പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായിട്ടും പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ പലരും ദിവസവും ബൈബിൾ വായിക്കുന്നവരാണ്, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. സഭയിലും കൂട്ടായ്മകളിലും നമ്മൾ സജീവമായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ല. പ്രാർത്ഥിച്ചിട്ടും ആത്മീകമായൊരു ഉയർച്ചയോ ദൈവാനുഭവങ്ങളോ തോന്നുന്നില്ല. എന്തുകൊണ്ടാണത്? നമ്മൾ ചിന്തിക്കും, പിശാചിന്റെ പരീക്ഷണം കൊണ്ടോ അതോ ദൈവത്തിന്റെ മറുപടി വൈകുന്നത് കൊണ്ടോ ആണ് എന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ആത്മീയ ജീവനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന രണ്ട് നിശബ്ദ കൊലയാളികളാണ് അസൂയയും വാശിയും. പുറമേ വലിയ ഭക്തരായിരിക്കുമ്പോഴും ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നടന്നാൽ അത് നമ്മുടെ ആത്മീക ജീവനെ എങ്ങനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ഈ ആത്മീയ ചിന്തയിലൂടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ സ്വയം ഒന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. അസൂയ എന്ന മാരകമായ ആത്മീക രോഗം നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ? ലളിതമായി പറഞ്ഞാൽ, മറ്റൊരാൾക്കൊരു നന്മയുണ്ടാകുമ്പോൾ, അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് അസൂയ. ദൈവം അവന് കൊടുത്തത് എനിക്ക് തന്നില്ലല്ലോ എന്ന ചിന്ത. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയിൽ സങ്കടപ്പെടുകയും അവരുടെ തകർച്ച ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ദൈവവചനം അസൂയയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനാണ്, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. പ്രിയപ്പെട്ടവരെ, വചനം എത്ര കൃത്യമായിട്ടാണ് അത് പറയുന്നത്. ക്യാൻസർ ബാധിച്ചാൽ ശരീരം ജീർണിക്കുന്നത് പോലെ അസൂയ ഹൃദയത്തിൽ കയറിയാൽ അത് ആത്മിക മനുഷ്യന്റെ അസ്ഥികളെ ദ്രവിപ്പിച്ചു കളയും. അസ്ഥികളാണ് ശരീരത്തെ താങ്ങി നിർത്തുന്നത്. അതുപോലെ നമ്മുടെ വിശ്വാസമാകുന്ന അടിത്തറയെ തകർക്കുന്ന ഒന്നാണ് അസൂയ. അസൂയ എങ്ങനെയാണ് ആത്മീകതയെ കൊല്ലുന്നത്? ഒന്നാമതായി, അത് പ്രാർത്ഥനയെ ഇല്ലാതെയാക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സഹോദരനോട് അസൂയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറും അധരവ്യായാമമായി മാറും. രണ്ടാമതായി, അത് ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവം മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം, ദൈവമേ, അങ്ങേക്ക് നീതിയില്ല, അങ്ങ് ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ പറയാതെ പറയുകയാണ്. നമുക്ക് ചുറ്റും നോക്കൂ. ഒരു സഹോദരൻ ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ, സഭയിലെ മറ്റൊരു വ്യക്തി നന്നായി പ്രസംഗിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവിടെ ആത്മികതയുടെ മരണം ആരംഭിച്ചു കഴിഞ്ഞു. അസൂയ ഒരു വ്യക്തിയുടെ ആത്മിക അടിത്തറയെ ഉള്ളിൽ നിന്ന് ജീർണിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയുകയും ചെയ്യും. അസൂയ എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ ബൈബിളിലെ 3 പ്രധാന വ്യക്തികളുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. ഒന്ന്, കയീനും ഹാബേലും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം നടന്നത് അസൂയ കാരണമാണ്. ദൈവത്തിന് ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദം തോന്നി. കയീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. കയീൻ ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ തെറ്റ് തിരുത്തി ദൈവത്തിങ്കിലേക്ക് അടുത്തു വരികയായിരുന്നു. എന്നാൽ അവൻ ചെയ്തത് എന്താണ്? ഹാബേലിനോട് അസൂയപ്പെട്ടു. ദൈവം അവനോട് ചോദിച്ചു, നീ എന്തിനാണ് മുഖം വാടിയിരിക്കുന്നത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകില്ല. എന്നാൽ കയീൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല. അസൂയ മൂത്ത് അവൻ സ്വന്തം അനിയനെ കൊന്നുകളഞ്ഞു. ഓർക്കുക,
അസൂയ ഒരു മനുഷ്യനെ ദൈവശബ്ദത്തിന് നേരെ അന്ധനാക്കി കളയും. രണ്ടാമതായി, യോസഫിന്റെ സഹോദരന്മാർ. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ യോസഫിന് ദൈവം കൊടുത്ത സ്വപ്നങ്ങളും പിതാവിന്റെ സ്നേഹവും കണ്ടപ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. വചനം പറയുന്നു, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഈ അസൂയ അവരെ എവിടെ എത്തിച്ചു? സ്വന്തം ചോരയെ ഒരു കുഴിയിൽ തള്ളിയിടാനും പിന്നീട് അടിമയായി വിൽക്കാനും അവർ മടിച്ചില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ കോടതികൾ കയറി ഇറങ്ങുന്നതും വഴക്കിടുന്നതുമെല്ലാം ഈ അസൂയയുടെ ആത്മാവുള്ളത് കൊണ്ടാണ്. മൂന്നാമതായി, ശൗൽ രാജാവും ദാവീദും. 1 ശമൂവേൽ 18 അധ്യായത്തിൽ ഇതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഉദാഹരണമായി ബൈബിൾ നമുക്ക് തരുന്നത്. ഗോലിയാത്തിനെ കൊന്ന് മടങ്ങി വരുന്ന ദാവീദിനെ കുറിച്ച് സ്ത്രീകൾ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഈ ഒരൊറ്റ വരി ശൗലിന്റെ ഉള്ളിലെ അസൂയയെ ഉണർത്തി. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അന്ന് മുതൽ ശൗൽ ദാവീദിനെ അസൂയയോടെ നോക്കി. ഇതിന്റെ ആത്മീക പ്രത്യാഘാതം എന്തായിരുന്നു? തൊട്ടടുത്ത ദിവസം ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോൾ മറ്റുള്ളവരോട് അസൂയപ്പെടുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുമാറുകയും പിശാചിന് നിങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ശൗൽ പിന്നീട് ദാവീദിനെ കൊല്ലാനായി ജീവിതകാലം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. സ്വന്തം ആത്മീയതയും അഭിഷേകവും അവൻ അസൂയ കാരണം കളഞ്ഞു കുടിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് സ്വയം ചോദിക്കാം, എൻ്റെ ഉള്ളിൽ ആരെങ്കിലും തളർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടോ? ആരുടെയെങ്കിലും തകർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ശൗലിനെ ബാധിച്ച, കയീനെ ബാധിച്ച അതേ അസൂയയുടെ ആത്മാവാണ് ഇപ്പോൾ നിങ്ങളെ ഭരിക്കുന്നത്. ഇത് നമ്മുടെ പ്രാർത്ഥനകളെ കൊന്നുകളയും, നമ്മുടെ ആത്മീയതയെ നശിപ്പിക്കും. ഇതിനേക്കാൾ മാരകമായ ഒന്നാണ് വാശി അഥവാ സ്വന്തം ശാഠ്യം എന്ന വികാരം. എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇത് പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അസൂയ എങ്ങനെയാണ് നമ്മുടെ ആത്മീയതയുടെ വേരറക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനേക്കാൾ കഠിനമായ, പലപ്പോഴും ഭക്തിയുടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ആത്മിക രോഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരാണ് വാശി അഥവാ ദുർവാശി. എന്താണ് ഈ ദുർവാശി? ലളിതമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ ആലോചനയോ സഭയുടെ തിരുത്തലുകളോ സഹോദരങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളോ മുൻപിൽ വരുമ്പോൾ സ്വന്തം അഹംഭാവത്തെ അല്ലെങ്കിൽ ഈഗോയെ മുൻനിർത്തി ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മനോഭാവത്തോടെ ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണിത്. ദൈവഹിതത്തിന് മുൻപിൽ പോലും സ്വന്തം ഇഷ്ടം മാത്രം നടക്കണം എന്ന ശാഠ്യം പിടിക്കുന്ന അവസ്ഥ. പലരും ചിന്തിക്കാറുള്ളത്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എൻ്റെ ആത്മിക ശക്തി കൊണ്ടാണ് എന്നാണ്. എന്നാൽ വചനം ദുർവാശിയെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15 അധ്യായം 23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധനയും പോലെയാകും. പ്രിയപ്പെട്ടവരെ, വചനം എത്ര ഗൗരവത്തോടെയാണ് ഈ പാപത്തെ കാണുന്നത്. ദുർവാശി വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. എന്തുകൊണ്ടാണ് ബൈബിൾ വാശിയെ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നത്? കാരണം ഒരു മനുഷ്യൻ ദുർവാശി കാണിക്കുമ്പോൾ അവൻ ജീവനുള്ള ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, പകരം സ്വന്തം ചിന്തകളെയും സ്വന്തം തീരുമാനങ്ങളെയും സ്വന്തം അഹംഭാവത്തെയുമാണ്. ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് അവൻ സ്വന്തം മനസ്സിനെ ഒരു വിഗ്രഹമാക്കി മാറ്റിയിട്ടാണ്. അതുവഴി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ആത്മിക ചെവികൾ പൂർണ്ണമായി അടഞ്ഞുപോകുന്നു. ദൈവത്തോട് വാശി കാണിച്ച് സ്വന്തം ആത്മീകതയും ജീവിതവും തകർത്ത് കളഞ്ഞ ചില വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ഒന്നാമതായി ഫറവോൻ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്, തൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ വഴി ദൈവം പലതവണ ആവശ്യപ്പെട്ടു. ഓരോ ബാധകൾ വരുമ്പോഴും
ഫറവോൻ അല്പം ഭയപ്പെടുമെങ്കിലും അത് കഴിയുമ്പോൾ വീണ്ടും അവൻ ഹൃദയം കഠിനമാവും. അവൻ ദൈവത്തോട് വാശി കാണിച്ചു. ദൈവത്തിന് മുൻപിൽ അവൻ തൻ്റെ കഴുത്ത് അഹങ്കാരത്തോടെ തിരിച്ചു. ഈ ദുർവാശിയുടെ ഫലം എന്തായിരുന്നു? ഈജിപ്റ്റ് എന്ന ആ വലിയ രാജ്യം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. ഒടുവിൽ സ്വന്തം കടിഞ്ഞൂൽ പുത്രന്റെ ജീവൻ പോലും അവന് നഷ്ടമായി. ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുള്ള വാശി ആത്മീക അന്ധതയിലേക്കും പൂർണ്ണ നാശത്തിലേക്കും മാത്രമേ നമ്മെ നയിക്കൂ എന്ന് ഫറവോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, യോന പ്രവാചകൻ. യോന ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു. നിനവെ നിവാസികളോട് ദൈവത്തിന് കരുണ തോന്നിയപ്പോൾ യോനയ്ക്ക് അതിഷ്ടപ്പെട്ടില്ല. അവർ നശിച്ചു പോകണമെന്നതായിരുന്നു യോനയുടെ ആഗ്രഹം. ദൈവത്തിന്റെ ദയയോടും ദീർഘക്ഷമയോടും പൊരുത്തപ്പെടാൻ കഴിയാതെ യോന ദൈവത്തോട് വാശി കാണിച്ചു. നിരാശനായി മരിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഒരു ദൈവദാസനോ ശുശ്രൂഷകനോ ആകട്ടെ, ഉള്ളിൽ വാശിയും സ്വന്തം ഇഷ്ടവും നിറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ പദ്ധതികളെ തിരിച്ചറിയാൻ പിന്നീട് അവർക്ക് കഴിയില്ല. ഈ രണ്ട് വികാരങ്ങളും, അതായത് മറ്റുള്ളവരോടുള്ള അസൂയയും സ്വന്തം ഭാഗം മാത്രം ശരിയെന്ന വാശിയും ഒരുമിച്ച് ഒരു ഹൃദയത്തിൽ വരുമ്പോൾ ആ മനുഷ്യൻ അറിയാതെ തന്നെ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിക്കുകയാണ്. പുതിയ നിയമത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനോട് ചെയ്തതും ഇത് തന്നെയാണ്. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ, ജനം അവന്റെ പിന്നാലെ പോകുന്ന കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ അസൂയ ജനിച്ചു. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയവും സ്വന്തം തെറ്റുകൾ യേശുവിന് മുൻപിൽ സമ്മതിക്കില്ല എന്ന വാശിയും അവരെ ഭരിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 19 വാക്യത്തിൽ പീലാത്തോസ് ചിന്തിക്കുന്ന ഒരു വരിയുണ്ട്. അസൂയ കൊണ്ടത്രേ അവർ അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു. തങ്ങളുടെ ആത്മീയ അന്ധതയും വാശിയും കാരണം അവർ യഥാർത്ഥ മശിഹയെ ക്രൂശിക്കുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, അസൂയയും വാശിയും നിങ്ങളുടെ ആത്മീയതയെ കൊന്നുകളയുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തെ വറ്റിച്ചു കളയും. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സഹോദരനോടുള്ള വാശി ഉണ്ടെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്യാത്ത ഹൃദയമുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുകയില്ല. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കുടുംബങ്ങളിലോ ആത്മീക കൂട്ടായ്മകളിലോ നമ്മൾ പിടിച്ച വാശി കാരണം ആത്മീക ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ തിരുത്തലുകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഈ മാരകമായ ആത്മീക രോഗങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ നേടാൻ, ആത്മീക ശാന്തതയും ദൈവ സമാധാനവും എങ്ങനെ വീണ്ടെടുക്കാമെന്ന് തുടർന്ന് നമുക്ക് നോക്കാം. ഈ സന്ദേശത്തിന്റെ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. അസൂയയും വാശിയും നമ്മുടെ ആത്മാവിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കുമെന്നും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ അകറ്റിക്കളയുമെന്നും നമ്മൾ വചന വെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ഈ ആത്മീക രോഗം ബാധിച്ചിട്ടുണ്ടോ? ഇതിനെ എങ്ങനെ ഞാൻ തിരിച്ചറിയും? ഒരു രോഗം മാറണമെങ്കിൽ ആദ്യം അത് ശരീരത്തിൽ ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കും. ആത്മീയ ജീവിതത്തിലും ഇത് തന്നെയാണ് നിയമം. അസൂയയുടെയും വാശിയുടെയും ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാതെ വരിക. ഒരു സഹോദരനോ സഹോദരിയോ സാമ്പത്തികമായോ ആത്മീകമായോ ഉയരുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ഭാരം തോന്നുന്നുണ്ടെങ്കിൽ അത് അസൂയയുടെ ലക്ഷണമാണ്. രണ്ട്, പ്രാർത്ഥനയിലെ കപടത. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ ദൈവത്തോട് നന്ദി പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം മനസ്സിലേക്ക് വരികയും അവരെ ന്യായവിധിക്ക് ഏൽപ്പിക്കാൻ തോന്നുകയും ചെയ്യും. മൂന്നാമതായി, തെറ്റുകൾ സമ്മതിക്കാനുള്ള മടി. ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ബോധ്യപ്പെട്ടിട്ടും ക്ഷമ ചോദിക്കുന്നത് നിങ്ങളുടെ അന്തസ്സിന് കുറവാണെന്ന് തോന്നിപ്പിക്കുന്ന ആ അഹംഭാവം, അതിൻ്റെ പേരാണ് വാശി. 4, ആത്മീക വരൾച്ച. എത്ര പ്രാർത്ഥിച്ചാലും വചനം വായിച്ചാലും ഹൃദയത്തിൽ സ്നേഹമോ സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം നമുക്ക്
നമ്മുടെ കപടഭക്തിയുടെ മുഖം മൂടികൾ അഴിച്ചുവെച്ച് ദൈവസന്നിധിയിൽ സ്വയം ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീകത മരണത്തോടടുക്കുകയാണ്. എന്നാൽ നാം ഭാരപ്പെടേണ്ടതില്ല. നമ്മുടെ ദൈവം നമ്മെ തകർക്കുന്നവനല്ല, മറിച്ച് സൗഖ്യമാക്കുന്നവനാണ്. ഈ ആത്മീയ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ നേടാൻ ബൈബിൾ വ്യക്തമായ 3 ഔഷധങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്നാമതായി മനസ്താപവും ഏറ്റുപറച്ചിലും. ദാവീദ് രാജാവിന്റെ ജീവിതം നോക്കുക. പ്രവാചകനായ നാഥാൻ വന്ന് അവന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ ഫറവോനെ പോലെ വാശി കാണിച്ചില്ല. അവൻ ദൈവം മുമ്പാകെ താണു വീണ് കരഞ്ഞു. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ എനിക്ക് നൽകണം. നമ്മുടെ ഉള്ളിലെ അസൂയയെയും വാശിയെയും ദൈവത്തോട് ഒളിച്ചു വെക്കാതെ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറയാൻ തുടങ്ങുമ്പോഴാണ് വിടുതൽ ആരംഭിക്കുന്നത്. രണ്ടാമതായി ആത്മസംതൃപ്തി കണ്ടെത്തുക. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് അവസാനിപ്പിക്കുക. എന്നിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളിൽ തൃപ്തി കണ്ടെത്തുക. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താൻ. ദൈവം നിങ്ങളെ നടത്തുന്ന വഴിയിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ അവിടെ അസൂയയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. മൂന്നാമതായി താഴ്മയും സ്നേഹവും ധരിക്കുക. യേശുക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ ധരിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുർവാശിയുടെയും അസൂയയുടെയും വേരുകൾ അറ്റുപോവുകയും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കനികൾ, ഫലങ്ങൾ വളരുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഓർക്കുക, വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ സഭയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ ആത്മീയത. നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്, അതിൻ്റെ പേരാണ് ആത്മീയത. ഉള്ളിൽ അസൂയയും വാശിയും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആത്മീയ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അത് നമ്മുടെ ആത്മാവിനെ കൊന്നുകളയും. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇത് മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്കായി ഷെയർ ചെയ്യുക. ദൈവത്തിന്റെ കൃപ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അനുഗ്രഹീതമായ ദൈവിക വചന പഠനങ്ങളും നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ ആത്മീക ഉപദേശങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ മറക്കാതെ നിങ്ങൾ കാണുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.